നമസ്കാരം ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി എങ്ങനെ നമുക്ക് ക്ലീൻ ആയിട്ട് സൂക്ഷിക്കാം. അത് നമ്മൾ കുറച്ചൊന്ന് ഓടിച്ചാൽ തന്നെ ഇതുപോലെ ചെളി, ഇത് കണ്ടില്ലേ, പുറകെ കണ്ടില്ലേ, ഇത് നമ്മുടെ ടിയാഗോ ആണ്. ഇത് ഫുള്ള് ചെളി പിടിച്ചിരിക്കുകയാണ്. കഴുകാനുള്ളൊരു മടുപ്പ് കാരണം വാട്ടർ സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയി സർവീസും കാര്യങ്ങളും ചെയ്യും. അതിന് നമ്മൾ നല്ലൊരു കാശ് ചിലവാകും. അപ്പോൾ അതിന് പകരം നല്ലൊരു ഓപ്ഷനാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്, ബോഷിന്റെ മെഷീൻ. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ ബോഷിന്റെ കാർ വാഷ് ചെയ്യുന്ന മെഷീൻ. ചെറിയൊരു മെഷീനാണ്, അധികം വലിപ്പമൊന്നുമില്ല. ഇങ്ങനെ നമുക്ക് സൂട്ട് കേസ് പോലെ ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കാവുന്ന ചെറിയൊരു മെഷീനാണ്. ഇതേ നമ്മൾ പൈപ്പേന്ന് ഒരു വാട്ടർ കണക്ഷൻ എന്ന് ഒരു ഹോസ് നമുക്ക് ഇതുപോലെ കണക്ട് ചെയ്യണം. ഇതിൽ കണക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു ഗണ്ണുണ്ട്. അപ്പോൾ ഈ ഗണ്ണ് നമുക്ക് ഇതിൽ കണക്ട് ചെയ്യാം. ഒരു കേബിൾ കൊടുത്തിട്ടുണ്ട്. ഈ പ്രഷർ വാഷിനുള്ള കേബിളാണ്. ഈ കേബിള് ഈ മെഷീനിൽ കണക്ട് ചെയ്തിട്ട് ഈ ഗൺ വഴിയാണ് നമുക്ക് വണ്ടി കഴുകേണ്ടത്. അപ്പോൾ അത് ഞാൻ നിങ്ങളെ അതിൻ്റെ സെറ്റപ്പ് കാണിച്ചു തരാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇത് 1-2 വർഷമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് വണ്ടിയൊക്കെ കഴുകാനായിട്ട്. അപ്പോൾ ഇതുവരെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല. സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന ചെറിയ 5 ആമ്പിൻ്റെ 6 ആമ്പിൻ്റെ ഇതല്ല, സോക്കറ്റല്ല, ഇത് 16 ആമ്പിൻ്റെ തന്നെ സോക്കറ്റാണ് ഇത് ഉപയോഗിക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത്. പിന്നെ നമുക്ക് ഇതേ തന്നെ ബട്ടണുണ്ട്. ഇത് ഓണാക്കി കഴിയുമ്പോഴത്തേക്ക് മോട്ടർ ഓൺ ആവും. ഇതിൽ ഇവിടെ നമുക്കൊരു ബോട്ടിൽ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് വെള്ളം ഒഴിച്ചതിന് ശേഷം ഈ ഗണ്ണ് വെച്ച് നമ്മൾ വാഷ് ചെയ്തതിന് ശേഷം ഇതിനകത്ത് നമുക്ക് കാർ വാഷും വെള്ളവും മിക്സ് ചെയ്തിട്ട് ഗണ്ണയിൽ കടുപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൈ കൊണ്ട് സോപ്പ് പതപ്പിച്ച് തേക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഈ സർവീസ് സെൻറ്ററിൽ ഫോം വാഷ് ചെയ്യത്തില്ലേ, ആ പരിപാടി നമുക്ക് ഇതേലായിട്ട് ചെയ്യാൻ പറ്റും. അതെല്ലാം നിങ്ങൾ കാണിച്ചു തരാം. വണ്ടി ഉപയോഗിക്കുന്ന എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു യൂസ്ഫുൾ ഗാഡ്ജറ്റാണ്. ഇതാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന കാർ ഷാമ്പു. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഏകദേശം ഒരു 1 ലിറ്ററോളം കാർ ഷാമ്പു ഉണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും ഉപയോഗിക്കുന്നുണ്ട്. ഇതായിരിക്കും ഏറ്റവും നല്ല നമുക്ക് ലാഭമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഈ ഷാമ്പു ഇതിലേക്ക് ഈ കണ്ടെയ്നർ, ബോഷിൻ്റെ ഇതിൻ്റെ കൂടെ വരുന്നതിൻ്റെ ഈ കണ്ടെയ്നറിനകത്തോട്ട് ഇടണം. ഇപ്പോൾ നോർമൽ വാഷിനാണെങ്കിൽ നമുക്ക് കുറച്ച് മതി. പക്ഷേ ഇപ്പോൾ ഫോം വാഷ് ഇല്ലേ, ഫോം വാഷ് ചെയ്യാനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ അതനുസരിച്ച് ഇത് 1:9 റേഷ്യോ ആണ്. അപ്പോൾ അതായത് 9 ഭാഗം വെള്ളത്തിന് 1 ഭാഗം നമുക്ക് ഇത് ഷാമ്പു മിക്സ് ചെയ്യണം. ആ ഒരു ലെവലാണ്. അപ്പോൾ ഇതൊരു 400 ഏകദേശം ഇത് വരും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഡിവൈഡ് ചെയ്താൽ മതി. എത്ര നമ്മൾ വെള്ളം എടുക്കുന്നോ അതനുസരിച്ച് നമുക്ക് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 1:9 റേഷ്യോ വെച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല ഫോം വാഷ് കിട്ടും. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ കണ്ടെയ്നർ ഫില്ല് ചെയ്തിട്ടുണ്ട്. കാർ വാഷിൻ്റെ ഗണ്ണിൽ നമ്മളിത് ഫിക്സ് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ആ 1:9 കണക്ക് ഇച്ചിരി തെറ്റിപ്പോയി. അപ്പം ഷാമ്പു ഇച്ചിരി കുറവാണ് എടുത്തിരുന്നത്. അതുകൊണ്ട് നമ്മുടെ സ്നോ എഫക്റ്റ് ഇച്ചിരി ഒന്ന് കുറവാണ്. ഷാമ്പു കൂടുതൽ ഇട്ടാൽ മതി. അപ്പം ഈ മെഷീനിൽ നിന്ന് നമുക്ക് സ്നോ ഫോം എഫക്റ്റ് നമുക്ക് കിട്ടാനായിട്ട് സാധിക്കും. ഫ്രണ്ട്സ്, അപ്പോൾ ആദ്യം ഞാൻ കാണിച്ചില്ലായിരുന്നു എന്ത് ചെളി പിടിച്ചായിരുന്നു ഈ ടിയാഗോയുടെ ബാക്ക് ഇവിടെ ഇരുന്നത്.
അപ്പോൾ ഇപ്പോൾ കണ്ടില്ലേ, കഴുകി കഴിഞ്ഞു. നമ്മുടെ ഫോം വാഷ് ചെയ്തു, പ്രഷർ വാഷ് ചെയ്തു. തുണി കൊണ്ട് തൊട്ടിട്ടില്ല, ജസ്റ്റ് മെഷീൻ കൊണ്ട് മാത്രമാണ് കഴുകിയിരിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് കാണാം അതിൻ്റെ ഒരു നല്ലൊരു ഷൈൻ കൊണ്ട് ചെളിയെല്ലാം ആ പൊടിയും മണ്ണും എല്ലാം മാറിയിട്ടുണ്ട്, നല്ല ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ അത് തിളങ്ങുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ തിളങ്ങുന്നതിൻ്റെ ഒരു ഇത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പെയിൻറ്റ് ക്വാളിറ്റി ഇതുവരെ നല്ലതായിട്ട് നിൽക്കുന്നുണ്ട് ടാറ്റയുടെ. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഷാമ്പു നമ്മൾ ഉപയോഗിക്കുന്ന കാർ ഷാമ്പു, പ്രോപ്പർ കാർ ഷാമ്പു ആണെങ്കിൽ കഴുകി കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു ഷൈൻ ലഭിക്കുന്നതാണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു തുണി കൊണ്ട് ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ, ഉണക്കി കഴിഞ്ഞാൽ നല്ല സൂപ്പർ സർവീസ് സെൻറ്ററിൽ നിന്ന് നമ്മൾ ഇറക്കിക്കൊണ്ട് വന്ന പോലെ തന്നെ ഇരിക്കും. ഇതിൻ്റെ ഫോഴ്സ് ഉണ്ടല്ലേ, എല്ലാ ഫോഴ്സും നടക്കും. ഈ പുല്ലിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്യാം, പുല്ല് വരെ കട്ട് ചെയ്യാം, അതുമാതിരിയുള്ള ഫോഴ്സ് ഉണ്ട്. അപ്പം ഈ ഒരു ഫോഴ്സ് കൊണ്ട് നമുക്ക് സുഖമായിട്ട് നമുക്ക് ഇതിൻ്റെ ചെളി അത്യാവശ്യം ഡീപ്പായിട്ടുള്ള, അതായത് ചള്ളക്കകത്തൊക്കെ പോയി ഭയങ്കര ഡീപ്പായിട്ട് കുറേ ദിവസം ഇരുന്ന് പിടിച്ചു പോയ ചെളി അല്ലാതെ ബാക്കിയുള്ള അത്യാവശ്യം ചെളിയെല്ലാം നമുക്ക് ഈ മെഷീൻ കൊണ്ട് തന്നെ, പ്രഷർ മെഷീൻ്റെ ആ ഒരു ഫോഴ്സ് കൊണ്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല സൂപ്പറായിട്ട് ക്ലീൻ ആപ്പ്, നല്ലൊരു പ്രൊഡക്റ്റാണ് ഇത്. നമുക്ക് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ബോഷിൻ്റെ ഈ പ്രൊഡക്റ്റാണ്. ചെറിയൊരു മെഷീനിൽ നിന്ന് ബോഷിൻ്റെ ആയതുകൊണ്ട് തന്നെയാണ്, നല്ല റെപ്യൂട്ടഡായിട്ടുള്ള ബ്രാൻഡ് ആയതുകൊണ്ടായിരിക്കും ഇത്രയും നല്ലൊരു പവറും കാര്യങ്ങളും ലഭിക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ കണ്ട പോലെ വണ്ടി കഴുകാൻ ഇനിയും അധികം ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. ഈ ഒരു പ്രഷർ മെഷീൻ, ബോഷിൻ്റെ മെഷീൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അത് വാങ്ങിയാൽ നമുക്ക് വീട്ടിലുള്ള കാറാണെങ്കിലും ബൈക്കാണെങ്കിലും സ്കൂട്ടറാണെങ്കിലും എന്ത് വേണമെങ്കിലും കഴുകി നല്ല കുട്ടപ്പനാക്കാം, അധികം പ്രയാസപ്പെടാതെ തന്നെ, അനായാസം തന്നെ. അപ്പം കാര്യങ്ങളെല്ലാം പറഞ്ഞ പോലെ തന്നെ ഇത്രയുള്ളൊരു വീഡിയോ, ഈ ഒരു പ്രോഡക്റ്റ്, ഒരു യൂസ്ഫുൾ പ്രോഡക്റ്റ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റ, ബൈ ബൈ.